ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26-ാമത്തെ വാക്യം. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. 45-26. യോസെഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. ആണോ? വിശ്വസിക്കാൻ പറ്റാത്ത മറുപടി കരഞ്ഞ വിഷയത്തിൽ ആ അപ്പൻ കേൾക്കുക. എവിടെ ഇരുന്ന് കേട്ടു? എവിടെ ഇരുന്ന് കരഞ്ഞോ അവിടെ ഇരുന്ന് തന്നെ കേട്ടു. ഏതു വീട്ടിലിരുന്ന് നിലവിളിച്ചോ ആ വീട്ടിൽ തന്നെ വിളി കേൾപ്പിച്ച് മറുപടി. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, ഇന്ന് ഈ വചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുപടി നിന്റെ വീട്ടിലോട്ട് കുതിക്കട്ടെ, നിന്റെ വീടിന്റെ മുമ്പിൽ മറുപടി വന്ന് നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഇതെന്തൊരു അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ആ മറുപടി വെളിപ്പെടട്ടെ. അവിടെ നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. യോസഫ് ജീവനോടിരിക്കുന്നു. വായിച്ചേ. യോസെഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. ചേട്ടന്മാര് വന്നേച്ച് പറയുകയാണ്, അപ്പാ ഞങ്ങൾ ധാന്യം കൊള്ളാൻ അവിടെ ചെന്നു, ഞങ്ങളോട് ഒരാൾ സംസാരിക്കുക, ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. കാരണം രാജ്യത്തിൻ്റെ രണ്ടാമനായി വാഴുക അവനാരാന്നറിയാം. അപ്പാ നീ നീണ്ട കൊല്ലങ്ങൾ കരഞ്ഞ നിന്റെ കരച്ചിലിൻ്റെ മറുപടിയാ. ഞാനൊരു ആത്മീക ദൂതൂടെ പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മറുപടിയെ ദൈവം വെളിപ്പെടുത്തി തരട്ടെ. അടുത്തോടെ കേട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നൂടെ കേട്ടെ. സ്തോത്രം. യോസെഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു, തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ കയറ്റിക്കൊണ്ട് പോകാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോ അവരുടെ അപ്പനായ യാക്കോബിന്. എന്നെ നിങ്ങൾ നോക്കിയിരുന്നേ, വാക്യം അവിടെ വായിച്ചോട്ടെ. എന്നെ നോക്കിയിരുന്നേ പറയാം. ഏതു വീട്ടിലിരുന്ന് കരഞ്ഞോ ആ വീടിന്റെ മുറ്റത്ത് നീണ്ട വർഷങ്ങൾ താൻ സഹിച്ച നിന്ന മാറത്തക്കവണ്ണം ആ മറുപടി ആ വീട്ടുവാതുക്കൽ ദൈവം എത്തിച്ചെങ്കിൽ, ദൈവം പറയുന്ന വാക്കിനെ വിശ്വസിക്കാം. ദൈവം പറയുന്ന വാക്കിനെ വിശ്വസിക്കാം. വാക്ക് മറക്കരുത്. ഇനിയും നിങ്ങൾ കരയേണ്ട, ഇനിയും നിങ്ങൾ കരയേണ്ട, ഈ വിഷയത്തിൽ ഇനിയും കരയേണ്ട. യെശയ്യാ 30:19. സ്തോത്രം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അവന് നിശ്ചയമായും നിങ്ങളോട് കരുണ തോന്നും. എന്തുകൊണ്ട് കരയണ്ട? അവൻ നിങ്ങളോട് കരുണ തോന്നും. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മനിയോഗത്തോടെ പറയാം, ദൈവം നിന്നോട് കരുണ കാണിക്കുന്നൊരു ദിവസമായി. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടുവെച്ച് പറ, ദൈവം കരുണ കാണിക്കുമെന്ന് പറ. സ്തോത്രം. ദൈവം കരുണ കാണിക്കും. എത്ര പേര് അതിന് ആമീൻ പറയും? നീ നിലവിളിക്കുന്ന വിഷയത്തിൽ ദൈവം കരുണ കാണിക്കും. നീ സങ്കടപ്പെടുന്ന വിഷയത്തിൽ ദൈവം കരുണ കാണിക്കും. ആ കരുണ കാണിക്കുമെന്നല്ല, നിശ്ചയമായി. ആ പദം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. സ്തോത്രം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ആ പദം മാത്രം മതി. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് മാത്രം മതി. നിശ്ചയമായിട്ട് കരുണ തോന്നും. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചെന്ന് തൊട്ടു, നിശ്ചയമായി. ഒരു മാറ്റവുമില്ല. ദൈവത്തിന് എന്താ തോന്നും? കരുണ തോന്നും.